പറഞ്ഞപ്പോ മാതാവ് സംശയം എന്നെ വിശ്വസിക്കുക. കാരണം she was given the gift of faith. അപ്പോ ഒരു വശത്ത് അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ പാറ, അബ്രാഹം വിശ്വാസത്തിന്റെ പിതാവാണെങ്കിൽ ഇതാ മറിയം മാതാവ് വിശ്വാസത്തിന്റെ മാതാവാണ്. എന്തുകൊണ്ട്? ഇത് അബ്രാഹത്തിന് ഒരു പുരുഷ ബീജത്തിലേ ആയിരിക്കാം ഇസ്ഹാക്ക് ജനിച്ചത്. പക്ഷേ ഇതാ മറിയത്തിൽ പുരുഷ ബീജമില്ലാതെ രണ്ടാമതൊരു ആദം ജനിക്കുന്നു. ആ രണ്ടാമത്തെ ആദമാണ് ഇനി ഈ പ്രപഞ്ചത്തെ മുഴുവനും പുതിയതാക്കേണ്ടത്. ആദ്യത്തെ ആദം മണ്ണിൽ നിന്നും ഉളവാക്കപ്പെട്ടവനെങ്കിൽ രണ്ടാമത്തെ ആദം വിണ്ണിൽ നിന്നും ഉണ്ടാക്കപ്പെട്ടവനാണ്. എന്നാൽ സ്ത്രീയിൽ ജാതനായിരിക്കുന്നു. അതെല്ലാം വിശ്വാസത്തിന്റെ ഒരു പ്രവർത്തനം മാത്രമല്ല. ദൈവം അബ്രാഹത്തിനോട് പറഞ്ഞ ആ വാഗ്ദാനം വാസ്തവത്തിൽ മാതാവിലൂടെയാണ് പൂർത്തിയാകുന്നത്. അതുകൊണ്ടാണ് മാതാവിന്റെ സ്തോത്രഗീതത്തിൽ പാടുന്നത്. എന്താ മാതാവിന്റെ സ്തോത്രഗീതത്തിൽ? ലൂക്ക് അത്രയും പോണ്ട 2. ഇത് കർത്താവ് നൽകിയ ആ വാഗ്ദാനം അനുസരിച്ചാണെന്നുള്ളത്. അതുപോലെ തന്നെ സക്കറിയ പ്രവചനത്തിൽ പാടുന്നത് 2:55 നോക്കി. 1:55. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം ഈ മറിയം ഗർഭിണി ആയിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നമ്മുടെ പിതാവായ അബ്രാഹത്തിനോട് അവന്റെ സന്തതികളോടും എന്നേക്കും ചെയ്ത ആ വാഗ്ദാനത്തിന്റെ ഫുൾഫിൽമെന്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അബ്രാഹത്തിനോട് ചെയ്ത വാഗ്ദാനം. അപ്പോ അത് വീണ്ടും അടുത്ത ഈ 73 നോക്കി. 73 പറയാണ് സക്കറിയായുടെ പ്രവചന ഗീതത്തിൽ നമ്മുടെ പിതാവായ അബ്രാഹത്തിനോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസരിച്ച്. ഇംഗ്ലീഷിൽ അത് 2 കാര്യം പറയുന്നു, covenant and the oath. എന്താണ് നോക്കണേ? 173. ഓക്കെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പടി ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് കൈയൊക്കെ ഒന്ന് ഉയർത്തി കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവെ ഒന്ന് സ്തുതിച്ച്, ഒന്ന് സ്വതന്ത്രമായൊന്ന് സ്തുതിച്ച് കർത്താവേ ഞങ്ങളെ ആ നക്ഷത്രങ്ങളെ പോലെ അങ്ങ് കണ്ടതിനെ പ്രതി നന്ദി പറയുന്നു. അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ ആ പാറയിൽ നിന്നും ഒഴുകിയ വിശ്വാസമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ പ്രതി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഓക്കെ, താങ്ക് യു. ഇരിക്കാം. അപ്പോ ഇവിടെ അബ്രാഹത്തിന്റെ നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ എന്ന് പറയുമ്പോൾ അബ്രാഹത്തിന്റെയും സാറയുടെ ഉണങ്ങിയ വരണ്ട ഗർഭത്തിൽ ദൈവത്തിന്റെ ഡിവൈൻ ഇന്റർവെൻഷനിലൂടെ. എന്തിനാണ് ആ ഇന്റർവെൻഷൻ? അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കുക എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. കാര്യം ഈ പ്രപഞ്ചം മുഴുവനെയും ഒരു പുതിയ ജനതയാക്കുന്നതിന്, രക്ഷ ഈ പ്രപഞ്ചത്തിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ വിശ്വാസത്തിന്റെ ദാനമാണ് അവിടെ വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ ദം. അതുകൊണ്ടാണ് നമ്മൾ ആ സന്തതി പരമ്പരയിലാണ് നമ്മളുടെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ കണ്ടിന്യൂഷനാണ്. അപ്പോ ഒന്ന് ഫസ്റ്റ് പോയിന്റ്, അബ്രാഹം വിശ്വസിച്ചു. എന്താണ്? പ്രവൃത്തി കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിലുള്ള വിശ്വാസം അവന് നീതിയായി പരിഗണിച്ചു. ഇത് ഇപ്പോഴും മനസ്സിലാവില്ല, കുറെ സമയമെടുക്കും, കുറെ ദിവസം എടുക്കുമായിരിക്കും. ഡോണ്ട് വറി, ബട്ട് കീപ് ഇറ്റ് ഇൻ യുവർ കോർണർ. ഇനി രണ്ടാമത്, അബ്രാഹത്തിനോട് കർത്താവ് വാഗ്ദാനം ചെയ്തതിൽ വിശ്വസിച്ചു. എന്താ വാഗ്ദാനം? നിനക്ക് ഒരു സന്തതി ഉണ്ടാകും, ആ സന്തതിയിലൂടെ ഞാൻ ഒരു പുതിയ ലോകം പിടിച്ച്
പുതിയ ജനതയെ വാർത്തെടുക്കും. എന്നാൽ ആ സന്തതി ഉണ്ടാകാനുള്ള യാതൊരു എബിലിറ്റി ഇല്ല, വയസ്സായി. അങ്ങനെ ഇരിക്കെ കുറേം കൂടി വഷളായ സിറ്റുവേഷനിൽ ഭാര്യയുടെ ഗർഭം വരണ്ടു പോയിരിക്കുമ്പോഴും അബ്രാഹാം വിശ്വസിച്ചു. എന്തിൽ വിശ്വസിച്ചു? കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദാനം കർത്താവ് നടത്തും. എന്റെ ഭാര്യയുടെ ഗർഭം വരണ്ടിരുന്നാലും കർത്താവിന് സാധ്യമാണ്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിച്ചു. ഇതാണ് നമ്മൾക്കുണ്ടാകേണ്ട വിശ്വാസത്തിന്റെ ഒരു പാറ. ഇനിയാണ് വിശ്വാസം പരീക്ഷിക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ വിശ്വാസം അബ്രാഹത്തിന് കൊടുത്തുവെങ്കിലും പാസ്സായിട്ടില്ല, ഇത് ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഇല്ലേ? ഈ സിസ്റ്റം ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഈ വിശ്വാസത്തിന്റെ യഥാർത്ഥ ശക്തിയെ പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ്. അങ്ങനെ അബ്രാഹത്തിനുണ്ടായ ഓമന മകനായ ഇസഹാക്കിനെ ഒരു ദഹനബലി അർപ്പിക്കാൻ പറയാണ്. അബ്രാഹം അവിടെയും കുലുങ്ങിയില്ല. അവിടെയും അബ്രാഹം ദൈവം പറഞ്ഞ ആ വാഗ്ദാനത്തെ മുറുകെ പിടിച്ചു. ലെറ്റ്സ് ഗോ ടു എബ്രായർ 11. എബ്രായർ 11ലേക്ക് പോകാം. ഹീബ്രൂസ് ചാപ്റ്റർ 11. അതിനകത്ത് 11:25 പോകും. 1925 or 29 or 19 ആണോ സംശയമുണ്ട്. മരിച്ചവരിൽ നിന്ന് മനുഷ്യനെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അതിന് മുമ്പൊന്ന് എടുത്തേ. ഇസഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അതിന് മുമ്പ് എടുത്തേ. വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടത്. വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത്. കണ്ടോ, പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസം. നമ്മൾക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഉണ്ടായി കഴിഞ്ഞു വിചാരിക്കണ്ട. ഇനി വിശ്വാസം വളരണമെങ്കിൽ ഇതിലും വലിയ പരീക്ഷണങ്ങളെ നമ്മൾ അതിജീവിക്കേണ്ടിയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിച്ചോട്ടോ, അവിടെ എന്താ സംഭവിക്കുന്നത്? ഇസഹാക്കിലൂടെ സന്തതി വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തന്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി. എന്തുകൊണ്ടാ ഒരുങ്ങിയത്? കണ്ടോ, അന്ന് അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ ഡിഫോൾട്ട് സെറ്റിംഗിന്റെ ഒരു ഘടകമാണിത്. മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. Praise the Lord. അതുകൊണ്ട് അലങ്കാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു. ഇത് കുറെ കൂടി വിശദമായിട്ട് പഠിക്കണം, ശ്രദ്ധിക്കണം. അബ്രാഹാം ഇസഹാക്കിനെയും കൊണ്ട് മോറിയ പർവ്വതത്തിലേക്ക് പോവുകയാണ്, മകനെ ബലിയർപ്പിക്കാൻ. ഞാൻ ഈ ഒരിക്കൽ ജർമ്മനിയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ അവിടെ എല്ലാവർക്കും ഡൗട്ടാണ്. ഒരു സെന്റൻസ് പറഞ്ഞാൽ ഉടനെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ പറയും. അപ്പോൾ ഈ ഉയർപ്പിന്റെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു അമ്മച്ചി ചോദിച്ചു, അപ്പൊ ഈ ശവം അടയ്ക്കണവരെ മാത്രം ഉയർക്കുള്ളൂ, ക്രിമിയേഷൻ ചെയ്യണവരെ ഉയർപ്പിക്കൂ? അപ്പൊ അവിടെയൊക്കെ അങ്ങനെയല്ലേ? ശവം ക്രിമേഷൻ ചെയ്യണവരെ ഉയർപ്പിക്കുമെന്ന് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, വെയിറ്റ് എ മിനിറ്റ് എന്ന് പറയാനല്ല, പെട്ടെന്ന് എനിക്കൊരു ഇൻസൈറ്റ് കിട്ടി. ലുക്ക് ഹിയർ, അബ്രഹാം വാസ് ഗോയിങ് ടു ക്രിമേറ്റ് ഹിസ് സൺ. എബ്രഹാം ശവം അടക്കാനല്ല പോയത്, ഇല്ലേ? എബ്രഹാം ഈസ് ഗോയിങ് ടു ബേൺ ഹിം. അതാണ് എന്തോ ഒരു കോർഡിനേഷൻ ആയിരുന്നു. എബ്രഹാം വാസ് ഗോയിങ് ടു ബേൺ, മകനെ സംഭവം ഒരു ക്രിമേഷൻ നടത്താൻ പോവുകയും. ബട്ട് അബ്രഹാം വിശ്വസിച്ചു അവനെ ഉയർപ്പിക്കുമെന്ന്. ദാറ്റ് വാസ് എ ക്ലീൻ ആൻസർ. ഭയങ്കര നല്ലൊരു ആൻസർ ആയിരുന്നു.
അല്ല, ഇതൊക്കെയാണ് ഡൗട്ടുകളെ മനുഷ്യന്റെ. ഇന്നത്തെ കാലഘട്ടത്തിൽ കുഴിച്ചിടല്ല, ക്രിമേറ്റ് ചെയ്യണു, കത്തിച്ചിടണു, ഇലക്ട്രിക് ഫർണസിൽ കയറ്റി വെക്കണു, അരി കഴിഞ്ഞു, ഒരു ബട്ടൺ അമർത്തിച്ചു, അവർ എഴുന്നേക്കോ എന്നുള്ളതാണ് സംശയം. ചാരം പോലും കിട്ടൂല. ഓൾറൈറ്റ്, ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ അബ്രഹാം ഇവനെയും കൊണ്ട് പോകുന്ന ആ കാര്യം മനസ്സിൽ കാണുക. അവിടെ നിർണായകമായിട്ടുള്ളൊരു സംഭവം നടന്നത്, അബ്രഹാം തൻ്റെ വേലക്കാരെയും കൊണ്ട് കൂടെയുണ്ട്. എന്നാൽ മോറിയ പർവ്വതത്തിന്റെ കീഴെ വന്നപ്പോ അവൻ വേലക്കാരോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ നിൽക്കുകയും ഞങ്ങൾ പോയി ബലിയർപ്പിച്ചിട്ട് തിരിച്ചു വരാം. ഇത് വിശ്വാസത്തിന്റെ വലിയ ഒരു ശബ്ദമാണ്. ഞാനല്ല പോയത്, ഞങ്ങൾ പോയി ബലിയർപ്പിച്ചിട്ട് തിരിച്ചു വരും. തിരിച്ചു വരും എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടാവും? രണ്ടുപേരും കൂടി ഉണ്ടാവും. അപ്പൊ എന്ത് ബോധ്യത്തിലാണ് അബ്രഹാം അത് പറഞ്ഞത്? അതാണ് സഭാപിതാക്കന്മാരുടെ, ഐ റെഡ് ഇറ്റ് ഇൻ സം ഓഫ് ദ ചർച്ച് ഫാദേഴ്സിന്റെ ഇന്റർപ്രിട്ടേഷൻ ഇതായിരുന്നു. Abraham, referring to these words, even at that time, in the origin of that faith, what was given to Abraham, he could believe in the resurrection of the dead. എന്റെ കർത്താവ് ആ വാഗ്ദാനം നടപ്പാക്കാൻ വേണ്ടി ഈ മകനെ ഇപ്പോ അറക്കാനും ദയിപ്പിക്കാനും പറയുന്ന ഈ മകനെ, അവനെ ഉയർപ്പിക്കാനുള്ള കഴിവും ശക്തിയും ദൈവത്തിനുണ്ട്. എങ്കിൽ അത് അങ്ങനെ ദൈവം പറഞ്ഞ ആ വാഗ്ദാനം തീർച്ചയായിട്ടും നടപ്പാക്കും. ഞാൻ എന്റെ കുഞ്ഞുമായിട്ട് തിരിച്ചു വരും. അത് ഭയങ്കര ഒരു സ്ട്രോങ് പോയിന്റാണ്. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്ക്, നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് നോക്കണം. ഇതാണ് ആ പാറയുടെ ക്വാളിറ്റി. അങ്ങനെ അബ്രഹാം മകനുമായിട്ട് മുകളിലേക്ക് കയറുകയാണ്. അവിടെ ചെന്ന് ഇതാ അവനെ ബലിയർപ്പിക്കുന്നതിന് ഒരു ബലിപീഠമുണ്ടാക്കി. ആ ബലിപീഠത്തിൽ വിറക് നിരത്തി ആ ബലിപീഠത്തിൽ ഇസഹാക്കിനെ ബന്ധിച്ച് കിടത്തി. അവന്റെ കഴുത്തറക്കുന്നതിന് കത്തിയെടുത്ത കഴുത്തിൽ വെച്ചപ്പോൾ മാലാഖ കൈ പിടിച്ചു വലിച്ചു. അറക്കാൻ പറ്റുന്നില്ല. എന്താ സംഭവിക്കുക? ഉടനെ ഒരു ശബ്ദം കേൾക്കുക, ഏബ്രഹാം, ഏബ്രഹാം, കുഞ്ഞിന്റെ മേൽ തൊട്ടുപോകരുത്. നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നീ നിന്റെ ഏകജാതനെ പോലും എനിക്ക് തരാൻ മടിക്കായകയാൽ ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു, നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ഈ രക്ഷാകര പദ്ധതിയുടെ, ദൈവത്തിന്റെ നീതീകരണത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഏറ്റവും പ്രധാന ഒരു ഖണ്ഡിക. God not only made a covenant with Abraham, the irrevocability of the covenant was established by a swearing. He made a oath. He made a vow that I swear. അതാണ് ആ ലൂക്ക 1 സക്കറിയാസ് പറയുന്നത്. നമ്മുടെ പിതാവായ അബ്രാഹത്തിനോട് ദൈവം ചെയ്ത, ഇറ്റ്സ് ഇൻ ഓൺലി ഇൻ ഇംഗ്ലീഷ്, മലയാളത്തിൽ ഈ ഓത്തിന്റെ കാര്യം പറയുന്നില്ല. read that 173, Luke 173. This is according to the promise God made to Abraham and according to the holy oath or vow. Yes. And of the oath he swore to Abraham our father. Yes, the oath. And to grant us that, rescued from the hand of enemies, without fear we might worship him in holiness and righteousness before him all our days. Yes. അതാണ് റൈറ്റിയസ്നെസ്സിനെ കുറിച്ചൊക്കെ അവർ പറയുന്നത്.
ഇപ്പൊ ഈ യേശുവിന്റെ അതായത് ജനനത്തെക്കുറിച്ച് രണ്ടുപേരും പറയുന്നതിൽ ഈ ഓത്തിനെ കുറിച്ച് റെഫർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ പാറ എന്ന് പറയുന്നത് അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസത്തിന്റെ ദാനമൊന്ന്, ആ ദാനത്തിന്റെ കണ്ടന്റ് ആയിട്ടുള്ള നീതീകരണത്തിലുള്ള വിശ്വാസമൊന്ന്, രണ്ടാമത് through a divine intervention Isaac was born, അബ്രാഹത്തിന്റെ വിശ്വാസത്തിലൂടെ, മൂന്നാമത് ഈ വിശ്വാസത്തിന്റെ അചഞ്ചലതയെ ഉറപ്പിച്ച ശബ്ദം. Hebrews chapter 6 17 to 19. Hebrews 6 17 to 19. 6:17. ദൈവം തന്റെ തീരുമാനത്തിന്റെ അചഞ്ചലത വാഗ്ദാനത്തിന്റെ അവകാശികൾക്ക് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കാൻ നിശ്ചയിച്ചപ്പോൾ ഒരു ശബ്ദത്താൽ ഈ തീരുമാനം ഉറപ്പിച്ചു. മാറ്റമില്ലാത്തതും ദൈവത്തെ സംബന്ധിച്ച് വ്യാജമാകാത്തതുമായ ഈ രണ്ട് കാര്യങ്ങൾ. എന്താണ് രണ്ട് കാര്യങ്ങൾ? The two things. ഒന്ന്, covenant. God has made a covenant with Abraham that through your son, look at, like the stars of the sky, I will give them, I will make a new nation, I will bring my righteousness. ആ covenant-ന്റെ irrevocability established ചെയ്തിരിക്കുന്നു. God cannot go back. കേട്ടോ? Isn't it beautiful? അതൊന്ന് ഇംഗ്ലീഷിൽ വായിക്കണം കേട്ടോ. അതിനെ നമ്മുടെ മുമ്പിൽ വെക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയെ മുറുക്കെ പിടിക്കുന്നതിനായി നിൽക്കുന്ന നമുക്ക്, മുറുക്കെ പിടിക്കുന്നതിന് എത്തിക്കുന്ന നമുക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുന്നു. എന്താണ് ആ പ്രോത്സാഹനം? ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ നങ്കൂരം, സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. നമ്മൾ ഈ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലല്ല, മറിച്ച് ദൈവത്തിന്റെ ഉടമ്പടി പ്രകാരമുള്ള ദാനവും ദൈവത്തിന്റെ ആ ഉടമ്പടിയുടെ അചഞ്ചലതയെ ഉറപ്പിച്ച ശബ്ദവും. Can you read it now? These two things. Yeah. 17 onwards, right? So when God wanted to give the heirs of his promise an even clearer demonstration of the immutability of his purpose, he intervened with an oath. So that by two immutable things in which it was impossible for God to lie, we who have taken refuge might be strongly encouraged to hold fast to the hope that lies before us. Praise the Lord. Continue. This we have as an anchor of the soul. Yes, an anchor of the soul. നമ്മുടെ വിശ്വാസം നങ്കൂരമടിച്ചിട്ടുണ്ടോ? ഈ രണ്ട് കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം നങ്കൂരമടിച്ചിരിക്കും. നങ്കൂരമടിച്ചാൽ പിന്നെ കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങനെ ഇറക്കത്തിങ്ങോട്ട് പോവില്ല. ഇത് വലിയ ഒരു കാര്യമാണ്.